ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് ChatGPT ത്രൂ എങ്ങനെ പഠിക്കാമെന്നുള്ള വീഡിയോയ്ക്ക് എനിക്ക് 1.8 ലാക്ക് വ്യൂസും അതിലുപരി ഒരുപാടധികം കമൻസും മെസ്സേജസും എനിക്ക് പേഴ്സണലി റിസീവ് ആയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെയിലി ഇംഗ്ലീഷ് റൂട്ടീനാണ് കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു റൂട്ടീനായിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിലൊരു സെപ്പറേറ്റ് റൂട്ടീനായിട്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഒരു ഡെയിലി റൂട്ടീനാക്കി മാറ്റുക, ഒരു പ്രോപ്പർ ഡെയിലി റൂട്ടീൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു റൂട്ടീനായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിൽ പഠിച്ചു പോകാം. പക്ഷെ നമ്മളൊരു സാധാരണ സബ്ജക്റ്റൊക്കെ പഠിക്കുന്ന പോലെ ആയിരിക്കും, പഠിക്കും, മറന്നു പോകും. ആ ഒരു സംഭവം ഇവിടെ വരും. അപ്പോൾ അതെല്ലാ ദിവസവും നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫ് റൂട്ടീൻ ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ളതിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. മേ ബി വേറെ ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്നെ കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിച്ചത് ഈ ഒരു റൂട്ടീൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. സോ നമ്മളൊരു ഡെയിലി ഇംഗ്ലീഷ് റൂട്ടീനെ ബിൽഡ് ചെയ്യുന്നതിൽ ടോട്ടൽ 5 ടാസ്കുകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റൂട്ടീനിലൊരു 5 ടാസ്കുകളുണ്ട്. ആ 5 ടാസ്കും കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷ് ഡെയിലി റൂട്ടീൻ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. സോ അതിൽ ടാസ്ക് നമ്പർ 1 വന്നിട്ട് സ്പീക്ക്. നമ്മൾ ഇപ്പം നിങ്ങളുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, ഇപ്പം എക്സാമിനൊക്കെ ഇംഗ്ലീഷിൽ എഴുതണം, അതാണ് നിങ്ങളുടെ പർപ്പസ്. അല്ലാണ്ട് സ്പീക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് റൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് സ്പീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണല്ലോ നിങ്ങളുടെ പർപ്പസ്. പിന്നെ വേറെ എന്താ പറയുക, ജസ്റ്റ് ഒരു മൂവി കാണുമ്പം എന്താ ഇംഗ്ലീഷ് മൂവിയാണ്, അതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതെങ്കിൽ എന്നാലും നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പർപ്പസ് പോലെ ഇരിക്കും. ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കാനാണ് താല്പര്യം, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇംഗ്ലീഷ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ ഇംഗ്ലീഷിൽ. അപ്പം സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ യൂഷ്വലി 30 മിനിറ്റാണ് ചെയ്യാറ്. നിങ്ങൾക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം നിങ്ങളുടെ തിരക്കുകൾ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര വേണേൽ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചേ പറ്റൂ സ്പീക്ക് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ എത്ര വലിയ തിരക്കുകാരാന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടോ, നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടോ ഇംഗ്ലീഷിൽ, നിങ്ങൾ എത്ര വലിയ തിരക്കാണെങ്കിലും ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചേ പറ്റൂ. അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. വേറെ ഒരു സ്റ്റഡി നോട്ട് മെറ്റീരിയൽ അങ്ങനെയൊന്നും നോക്കി വായിച്ചാലൊന്നും പഠിക്കുന്ന കാര്യമല്ല. സംസാരിച്ച് തന്നെ പഠിക്കണം. ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്താണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ChatGPT ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനത് സ്വിച്ച് ചെയ്ത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ജെമിനി ആപ്പാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കുറേ നേരം സംസാരിക്കാം. പക്ഷേ ChatGPTക്ക് കുറച്ച് ടൈം ലിമിറ്റ് ഉണ്ട്, 10 മിനിറ്റ്, അരമണിക്കൂർ അങ്ങനെയൊക്കെ. അപ്പോൾ ഗൂഗിൾ ജെമിനിയാണ് ഇപ്പോൾ എൻ്റെ കംഫോർട്ട്, എന്താ പറയുക, സ്പീക്കിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മനുഷ്യരായിട്ടങ്ങ് AI ആയിട്ടങ്ങ് വൈബ് സെറ്റ് ആവുന്നില്ല, ഹ്യൂമൻസ് ആണ് കുറച്ചും കൂടെ രസം എന്നുള്ളത്. ഹ്യൂമൻസ് ആണ് രസം, ലൈക്ക് നമ്മളെപ്പോലെ തന്നെയുള്ള ആൾക്കാരാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു വൈബ് അല്ലെങ്കിൽ കംഫോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമുക്കറിയില്ല. അപ്പം നമ്മൾ വേറെ ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മേ ബി അതിൽ കുറേ മിസ്റ്റേക്സ് കാണും. അപ്പോൾ അവരുടെ മിസ്റ്റേക്കും കൂടെ നമ്മൾ പഠിച്ചു പോകും, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒക്കെ. അപ്പോൾ അതൊരു തെറ്റായ കാര്യമല്ലേ. അവരുടെ പ്രൊനൗൺസിയേഷൻ നമ്മൾ പഠിച്ചു പോകും, അത് ചിലപ്പോൾ തെറ്റാണെങ്കിലും നമ്മൾ കോപ്പി ചെയ്യും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് അവിടെ കറക്റ്റഡ് ആവുന്നില്ല, അല്ലേ. ഇപ്പം അപ്പുറത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരാളല്ലായിരിക്കും. അപ്പോൾ അയാൾ പറയുന്ന കുറേ തെറ്റുകൾ അല്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ നമ്മുടെ തെറ്റുകൾ മനസ്സിലാവുന്നൊന്നുമില്ല. അതാണ് ഹ്യൂമൻസായിട്ട് പ്രശ്നം. അല്ല ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള മാസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് സംസാരിച്ച് നമ്മൾ കിടിലമാകും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാനില്ലല്ലോ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കും, നല്ല രീതിയിൽ കളിയാക്കും ഇംഗ്ലീഷൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് AI ടൂൾസ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഹ്യൂമൻസേ പറ്റുള്ളൂ, AI ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹ്യൂമൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. ഇപ്പോൾ ലാംഗ്വേജ് എക്സ്ചേഞ്ച് ആപ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതെങ്കിലും ട്രൈ ചെയ്യുക. പിന്നെയുള്ളത് ഇങ്ങനത്തെ വാട്സപ്പ് ചാനൽസ്, കമ്മ്യൂണിറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആക്കി തരാം. അതിൽ ഹ്യൂമൻസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലോ. പക്ഷെ ഞാനതിൽ അഡ്മിനായിട്ട് ഉണ്ടാവില്ല, കാരണം എനിക്ക് ഫോണിൽ ഭയങ്കര ലോ സ്റ്റോറേജ് ആണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും വാട്സപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതിനകത്ത് ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് സ്റ്റോറേജ് എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ജസ്റ്റ് ലിങ്ക് ഉണ്ടാക്കി തരാം, നിങ്ങളതിനകത്ത് ജോയിൻ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആൾക്കാരെ കിട്ടുമല്ലോ, അപ്പോൾ അവരായിട്ടങ്ങ് പ്രാക്ടീസ് ചെയ്ത് പോകാം. ഓക്കെ, സോ ടാസ്ക് നമ്പർ 2 വന്നിട്ട് റീഡ്. നമ്മൾ പുസ്തകം റീഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഭയങ്കര അധികം നമ്മളൊരു നോളജബിൾ പേഴ്സൺ ആക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നമ്മൾ വളരും. നമ്മുടെ അറിവ് ഒരുപാട് പകർന്നു തരുന്നതാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഐ ഹേറ്റ് റീഡിങ്, എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു സാധനമാണ് റീഡിങ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ എന്താ പറയുക, എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ റീഡിങ് തുടങ്ങിയത്. പിന്നെ ഞാൻ ഇംഗ്ലീഷിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. റീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ
ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിന് എന്താണ് ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ പറ്റും. പുതിയ പുതിയ വേർഡ്സ് നമുക്ക് അതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു ഇംഗ്ലീഷിൽ നമുക്ക് ബേസിക് ആയിട്ടൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേയധികം വേർഡ്സ് വേണം, അല്ലേ? അപ്പോൾ ആ വേർഡ്സ് എവിടെ നിന്ന് കിട്ടും? ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നും നമ്മൾ വായിക്കുന്നതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ ഓരോരോ വേർഡ്സ് നമ്മൾ ഗ്രാബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതും 30 മിനിറ്റാണ് ചെയ്യുന്നത്. എല്ലാം ഞാൻ 30 മിനിറ്റാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കാനായിരുന്നു കേട്ടോ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ഇന്നത് മാറ്റി പറയുകയാണ്. കാരണം എനിക്ക് ഇഷ്ടമല്ല റീഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ സെൽഫ് ഹെൽപ്പ് ബുക്സ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പേഷ്യൻസ് വേണം. കുറച്ച് അറിയാലോ, അങ്ങനത്തെ ബുക്സ് ആകുമ്പം ഭയങ്കര ഒട്ടും തന്നെ ഇൻട്രസ്റ്റിംഗ് അല്ല. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് എലമെൻ്റ് ഒന്നും അതിനകത്തില്ല. കാരണം ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യുന്ന ബുക്സ് ആണല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങ് ട്വിസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. എസ്പെഷ്യലി നിങ്ങളൊരു റീഡിങ് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് റീഡിങ്. അപ്പോൾ ഞാൻ പറയുക, കുഞ്ഞു കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ ഇല്ലേ, ഇംഗ്ലീഷിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ബുക്സൊക്കെ, അതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ റീഡ് ചെയ്യാനൊരു ടെൻഡൻസി തോന്നും. നമുക്ക് നെക്സ്റ്റ് ഡേ ചാടി എണീറ്റ് ഇന്നത്തെ കഥ എന്താ, അതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയാനൊരു ത്വര കാണും. ഈ മറ്റേ സെൽഫ് ഹെൽപ്പ് ബുക്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ത്വര ഉണ്ടാവില്ല. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. പക്ഷേ സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ കുറേ അറിയാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ബുക്ക് വായിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോളജിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ബെസ്റ്റ് സെൽഫ് ഹെൽപ്പ് ബുക്സാണ്. നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുന്നവരാണ്, ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളത് വായിക്കുക തന്നെ ചെയ്യണം. അത്രയും അടിപൊളിയാണ്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഞാൻ സ്റ്റോറി ടെല്ലിംഗ് ബുക്സ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. കാരണം നമുക്കൊരു മടി കാണുമല്ലോ എപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് ബുക്സിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കി എടുത്തിട്ട് പിന്നെ നിങ്ങൾ സെൽഫ് ഹെൽപ്പ് ബുക്സിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. സോ നെക്സ്റ്റ് ടാസ്ക് വന്നിട്ട് വാച്ച് ഓർ ലിസൺ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൽ അങ്ങനെ കാണാം, അല്ലെങ്കിൽ മൂവീസ് കാണാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോങ്സ് കേൾക്കാം, മോട്ടിവേഷണൽ പോഡ്കാസ്റ്റ് കേൾക്കാം, എനിത്തിങ്, എന്തും ആവാം. നിങ്ങളുടെ ചോയ്സാണത്. ഞാൻ ഒരിക്കലും അതിലൊരു കാറ്റഗറി പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും കാണാനും ആസ്വദിക്കാനും ഒരു വൈബ് കിട്ടുള്ളൂ. ഇപ്പം ചിലർക്ക് മോട്ടിവേഷണൽ പോഡ്കാസ്റ്റ് കേൾക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പോഡ്കാസ്റ്റ് ആയിരിക്കും, ചിലർക്ക് മൂവീസ് ആയിരിക്കും കാണാൻ ഇഷ്ടം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓരോ ആൾക്കാരുടെയും വേരിഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് കണ്ടൻസ് കാണാൻ ശ്രമിക്കുക മാക്സിമം. നമുക്കതിലൂടെ ഒരുപാട് എന്താ പറയുക, നമുക്കത് അവരുടെ ആ ഒരു ആക്സൻറ്റും പ്രൊണൗൺസിയേഷനും ഒരു വേ ഓഫ് ടോക്കിങ്ങും കുറേയധികം വേർഡ്സ്, പുതിയ പുതിയ വേർഡ്സുകളും ഒക്കെ നമുക്ക് ലിസൺ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിലോട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കണ്ടൻറ്റ് നമ്മുടെ ബ്രെയിനിൽ വന്നിട്ട് നമുക്ക് കുറേ അതിൽ നിന്ന് നമ്മൾ ഗ്രാബ് അതാണ് ലിസണിങ് സ്കില്ലാണത്. നമുക്ക് കേട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവീസ് ഞാൻ കാണാറില്ല. ഞാൻ കുറച്ചും കൂടെ പോഡ്കാസ്റ്റാണ് കാണാറ്. കാരണം മൂവീസിൽ എന്താ വെച്ചാൽ അവർ സംസാരിക്കുന്നതൊക്കെ മറന്നു പോയിട്ട് നമ്മൾ ആ സീനിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടിരുന്നു. ഭയങ്കര എന്താ പറയുക, നമ്മൾക്ക് ആ ഒരു ഫിലിമിലോട്ട് കൂടുതൽ അങ്ങ് പോകുമ്പോൾ ഒരു ഇംഗ്ലീഷ് ലേണിംഗ് അത് നമ്മൾ മറന്നു പോകും. നമ്മൾ ആ കഥയിലോട്ട് മുഴുകി അങ്ങ് പോകും. ഞാൻ മൂവീസ് അങ്ങനെ പ്രിഫർ ചെയ്യില്ല. കുറേ കൂടെ നല്ലത് എല്ലാം സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ മലയാളം കാണുന്നത് മാറ്റിയിട്ട് ഇംഗ്ലീഷ് ആക്കുക. ഇംഗ്ലീഷ് കൺസ്യൂം ചെയ്യാൻ നോക്കുക മാക്സിമം. അത് കണ്ടൻറ്റ് നമ്മൾ സ്വിച്ച് ചെയ്യുക. നമ്മുടെ ഫോണിൽ ചിലപ്പം നമ്മൾ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ മലയാളമായിരിക്കും. പക്ഷേ കുറച്ച് നാളത്തേക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങൾ അതിൻ്റെ തന്നെ ഇംഗ്ലീഷിലുള്ള ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക മാക്സിമം. ഇപ്പം ഇത്രയും കണ്ടൻസ് നമ്മൾ ഇംഗ്ലീഷിൽ കൺസ്യൂം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കുറേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ടാസ്ക് വന്നിട്ട് പ്രാക്ടീസ് ഗ്രാമർ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ റുട്ടീനിൽ ആഡ് ഓൺ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ കുറേ ഇങ്ങനെ സ്പീക്ക് ചെയ്ത് പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യം, കുറേ ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്. ലൈക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റും, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ബേസിക്കായിട്ട് കുറച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്തൊക്കെ കുറേ ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അഡീഷണലായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് സ്പീക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഗ്രാമറും കൂടെ പഠിച്ചു പോവുകയാണെങ്കിൽ നല്ലതല്ലേ. ഒരു എക്സ്ട്രാ ലേണിങ്. ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പക്ഷേ നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഗ്രാമർ തെറ്റുമോ, അവിടെ ഈസാണോ, അവിടെ വാസാണോ, അവിടെ ഹാസാണോ, അത് കുറച്ച് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടാസ്ക് വേണമെങ്കിൽ കുറച്ച് ബിഗിനേഴ്സിന് നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. കാരണം എന്താ പറയുക, കുറച്ചുകൂടെ കൺഫ്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഗ്രാമർ പഠിക്കാൻ പോകുമ്പം. നമ്മളിങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ വാസാണോ വരണ്ടേ, ഈസാണോ, വേറാണോ, വെന്നാണോ, എന്താ അവിടെ വരണ്ടേ എന്നുള്ളത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഗ്രാമർ ഞാൻ തുടക്കക്കാർക്ക് റെഫർ ചെയ്യത്തില്ല. നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നല്ലാണ്ട് ഗ്രാമറും കൂടെ വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കുഴഞ്ഞിട്ട് ഒരു അവിയൽ പരുവാകുന്ന പോലെ തോന്നിയിട്ടുണ്ട്.
നമ്മൾ നേരത്തെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഗ്രാമർ പഠിച്ച് കഴിയുമ്പോൾ അവിടെ എന്താ പറയണ്ടതെന്നൊക്കെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് ബാഡാണ്. പിന്നെ എനിക്കിങ്ങനെ നെക്സ്റ്റ് ടൈം ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവിടെ ഈസ് വരണോ ആസ് വരണോ, അത് ഗ്രാമർ തെറ്റിപ്പോയി എന്നൊക്കെ ഒരു ഡൗട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കൺവേ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ തുടക്കക്കാർക്ക് ഞാനിത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടാസ്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഞാനിപ്പം ഈയിടെയായിട്ട് കുറച്ച് ഒന്ന് ഇമ്പ്രൂവ് ആയതിനു ശേഷം ഞാൻ കുറച്ചൊന്ന് ഗ്രാമറും കൂടെ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കും. ഇടയ്ക്ക് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുറച്ച് പോർഷൻസ് വെച്ചിട്ട് ഒരുപാട് അങ്ങ് ഫില്ല് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഞാൻ ഒരു പേജ് വെച്ചിട്ടൊക്കെ ചെറുതായിട്ട് ഗ്രാമറും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകാറുണ്ട്. ഇതും ഞാൻ 30 മിനിറ്റാണ് ചെയ്യാറ്. അപ്പം ഒരു പുസ്തകമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ PDF ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. PDF റേമണ്ട് മുർഫിയുടെ ഒരു ഗ്രാമർ പുസ്തകമാണ്. ഗ്രാമറിൻ്റെ ഫുൾ ആ ബുക്ക് മുഴുവൻ ഗ്രാമറാണ്. അതൊരു നല്ല പുസ്തകമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്, ഗ്രാമർ കുറച്ച് വീക്കാണ്, നിങ്ങൾക്കൊന്ന് ഇമ്പ്രൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ പുസ്തകം നിങ്ങൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ഗ്രാമറിൻ്റെ PDF ഫയൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനതാണ് കോപ്പി എടുത്ത്, ഫോണിൽ നോക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം PDF ഫയൽസൊക്കെ ഞാൻ കോപ്പി എടുത്തിട്ട് ഞാൻ ആ പേപ്പർ റീഡ് ചെയ്യും. എല്ലാ ദിവസവും ഓരോ പേജ് വെച്ചിട്ട് ഞാൻ ഗ്രാമർ ഒന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ PDF ഞാൻ കൊടുത്തേക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ടാസ്ക് വന്നിട്ട് റൈറ്റ്. ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയ ഒരു റുട്ടീനാണ്. എന്ന് വെച്ചാൽ കുറച്ച് നാളായി ഈ റുട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ കഴിഞ്ഞ വീഡിയോസിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ റൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ ജേർണലിങ് ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജേർണലിങ് ചെയ്യുന്നത് മലയാളത്തിലല്ല, ഞാൻ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 30 മിനിറ്റ് ഞാൻ ജേർണലിങ് ചെയ്യും, അത് ഇംഗ്ലീഷിൽ. എന്തും നിങ്ങൾക്കതിൽ എഴുതാം, എന്ത് പൊട്ടത്തിട്ടും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, നമ്മളല്ലേ കാണുന്നുള്ളൂ നമ്മുടെ പുസ്തകം. അപ്പോൾ ആ ജേർണലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാൻഡം തോട്ട്സ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്, എന്തും നിങ്ങളുടെ ലൈഫിൽ ഗോൾ എന്താ, എന്തും നിങ്ങൾക്ക് ആ ഒരു ജേർണലിങ് എഴുതുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം. സെയിം ജേർണൽ തന്നെയാണിത്, പക്ഷേ മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് മാത്രം, അത്രയുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതും ഞാനൊരു 30 മിനിറ്റ് എഴുതും. എനിക്ക് റാൻഡമായിട്ട് എൻ്റെ മനസ്സിൽ എന്തൊക്കെ വരുന്നു അതൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ എഴുതി വെക്കും. ഇപ്പം എടുത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ ക്രിഞ്ചായിട്ടൊക്കെ തോന്നും ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷെ എന്നാലും നമുക്ക് റൈറ്റും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ഇംഗ്ലീഷിലൊരു ബേസ് ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇത്രയാണ് എൻ്റെ ഒരു ഡെയിലി ഇംഗ്ലീഷ് റൂട്ടീൻ എന്ന് പറയുന്നത്. 5 ടാസ്കേ ഉള്ളൂ. ഈ 5 ടാസ്കും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ റൂട്ടീൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഇതെല്ലാ ദിവസവും നിങ്ങളുടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ. എല്ലാ ദിവസവും ഈ റുട്ടീൻ, നമ്മളുടെ ബാക്കിയുള്ള എല്ലാ റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുന്നില്ലേ. ഇപ്പോൾ നിങ്ങൾ പല്ല് തേക്കുന്നത് സ്കിപ്പ് ചെയ്യാറുണ്ടോ, കുളിക്കുന്നത് സ്കിപ്പ് ചെയ്യാറുണ്ടോ, അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഇംഗ്ലീഷും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ റുട്ടീനും നിങ്ങളുടെ ലൈഫിലൊരു പാർട്ടാണ്. അങ്ങനെ സങ്കല്പിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും ഇത് ചെയ്ത് തുടങ്ങുക. എനിക്കറിയാം ഡിഫിക്കൽട്ടാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ 2 ദിവസം ചെയ്യും, 2 ദിവസം കഴിയുമ്പോൾ ആ ടച്ച് വിട്ട് പോകും, പിന്നെ ആ വഴിക്ക് പോകും, പിന്നെ ഇംഗ്ലീഷൊക്കെ മറന്നേ പോകും. അങ്ങനെ ഒരു എനിക്കുമുണ്ട് അത് തന്നെ. ഞാനും ഈ പറയുന്ന പോലെ കഴിഞ്ഞ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ പല ദിവസങ്ങളിൽ ഞാനും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം സ്കിപ്പ് ചെയ്യാലും നെക്സ്റ്റ് ഡേ തൊട്ട് പിന്നെ തുടങ്ങും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും മാസം കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഞാനിരുന്ന് ഇംഗ്ലീഷ് റുട്ടീൻ ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ദിവസമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, 2 ദിവസമൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനത് വിടാണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ചിലരുണ്ട് 2 ദിവസം ചെയ്യും, അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി അത് വിട്ട് കളയുന്ന ആൾക്കാരുണ്ട്. പിന്നെ അങ്ങോട്ട് ചെയ്യേയില്ല, മടിയാന്നും പറഞ്ഞ്, അല്ലെങ്കിൽ തിരക്കാന്നും പറഞ്ഞ്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് 2 ദിവസമൊക്കെ ഒന്ന് നമ്മുടെ ഈ ജിമ്മിലൊക്കെ പോയിട്ട് ചീറ്റ് മീൽ കഴിക്കുന്ന പോലെ അതുപോലെ 2 ദിവസമൊക്കെ ഞാൻ ഇടയ്ക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടും എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഇതുപോലെ തന്നെ എക്സൈറ്റഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതുവരേക്കും ബൈ.